ഞാൻ ഫെന്യ ഫെർണാണ്ടസ്. ഒരു ഫാർമസിസ്റ്റ് ആവാൻ തീരുമാനിച്ചപ്പോൾ പേടിയുണ്ടായിരുന്നു, അത്രയൊക്കെ എന്നെ കൊണ്ട് പഠിക്കാൻ പറ്റുമെന്നൊക്കെ. ദ സിലബസ് ആൻഡ് ദ ബുക്ക് സീംസ് ദാറ്റ് മച്ച് ചലഞ്ചിങ്. അച്ഛനാണ് അന്നും ധൈര്യം തന്നത്. മൈ ഡാഡി കൂൾ. എൻ്റെ കാര്യങ്ങൾക്കൊന്നും അച്ഛൻ ഇന്നേ വരെ ഒരു കുറവും വരുത്തിയിട്ടില്ല. അങ്ങനെ ഐ സ്റ്റാർട്ടഡ് മൈ ജേർണി ടു ദ ഫാർമസി വേൾഡ്. കൂട്ടുകാരുടെ കൂടെയുള്ള ഓരോ ദിവസവും ലാബും പ്രാക്ടിക്കൽസും ഈച്ച് ആൻഡ് എവറി മൊമെന്റ്സ് ആർ ദ മോസ്റ്റ് ചെറിഷബിൾ മെമ്മറീസ്. മത്സരിച്ച് പഠിച്ചും ചിരിച്ചും എത്ര പെട്ടെന്നാ കോളേജ് കാലം കടന്നു പോയത്. ഇന്ന് ഞാൻ ആദ്യമായി ജോലിക്ക് കയറുന്ന ദിവസമാണ്. മൈ ഫസ്റ്റ് ഡേ ആസ് എ ഫാർമസിസ്റ്റ്. പക്ഷേ അതൊരു മറക്കാൻ പറ്റാത്ത ദിവസമായിരുന്നു. ചെന്ന് കയറിയപ്പോൾ തന്നെ ജിബിനെ കണ്ടു. ഹീസ് വർക്കിംഗ് ആസ് എ മെഡിക്കൽ റെപ്പ് നൗ. ഫാത്തിമ ക്ലിനിക്കിൽ കയറിയിട്ട് 1 മാസമായി. അവൾ അവിടെ ഉണ്ടെന്ന് അറിഞ്ഞിട്ടാണ് ഞാനും അവിടെ തന്നെ ജോലിക്ക് കയറിയത്. ഫാത്തിമയെ കൂടാതെ ആ ഫാർമസിയിൽ വേറെ 2 ചേച്ചിമാർ കൂടി ഉണ്ടായിരുന്നു, സൗമ്യ ചേച്ചിയും റാണി ചേച്ചിയും. ഇവരൊക്കെ ഒരുപാട് വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ള സീനിയർ ഫാർമസിസ്റ്റുകളാണ്. ഞാൻ എത്തുന്നതിന് മുൻപ് തൊട്ട് ജിബിൻ അവിടെ വെയിറ്റ് ചെയ്യുന്നതാണ്. എത്ര നേരമായി. അവൻ്റെ ജോലിയുടെ വിഷമങ്ങൾ കണ്ടപ്പോൾ എനിക്കും ഒത്തിരി സങ്കടമായി. പൊതുജനം പലവിധമെന്നാണല്ലോ. സം റൂഡ് പീപ്പിൾ, സം സ്വീറ്റ് പീപ്പിൾ. മെഡിസിൻ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞിനെയും കൊണ്ടൊരു അമ്മ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ അമ്മയ്ക്ക് ആദ്യം മെഡിസിൻ കൊടുത്തോട്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഫാത്തിമയ്ക്ക് ചെവി പൊട്ടുന്ന ചീത്ത കേട്ടു. എൻ്റെ അമ്മോ, എന്തൊക്കെ തരത്തിലുള്ള ആളുകളാണല്ലേ. സൗമ്യ ചേച്ചി എനിക്ക് ഓരോന്ന് പറഞ്ഞു തന്നിട്ടിരുന്നപ്പോഴും എൻ്റെ ശ്രദ്ധ ഇതെല്ലാം കേട്ടിട്ട് അതിലൊക്കെ ആയിരുന്നു. ഇടയ്ക്കൊരു പ്രായമുള്ള അപ്പച്ചൻ വന്നു. ആദ്യത്തെ പ്രിസ്ക്രിപ്ഷൻ ഹാൻഡിൽ ചെയ്യുന്ന സന്തോഷത്തിൽ ഞാനത് ചാടിക്കയറി വാങ്ങി. നോക്കിയപ്പോൾ ഹാൻഡ് റിട്ടൺ പ്രിസ്ക്രിപ്ഷൻ. ഒന്നും മനസ്സിലായില്ല. പിന്നെ ഫാത്തിമയോട് പറഞ്ഞു, പിന്നെ ഫോൺ വിളിച്ച് ഡോക്ടറോട് പ്രിന്റഡ് പ്രിസ്ക്രിപ്ഷൻ അയക്കാൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ എനിക്കും സമാധാനമായി. പിന്നെയാണ് വലിയൊരു സംഭവം ഉണ്ടായത്. ഒരു ചേട്ടൻ നാർക്കോട്ടിക് മെഡിസിൻ്റെ ഫേക്ക് പ്രിസ്ക്രിപ്ഷനുമായിട്ട് വന്നു. ആദ്യം ഒരു മൾട്ടിവൈറ്റമിൻ്റെ പേരും പിന്നെ നാർക്കോട്ടിക്സിൻ്റെ പേരും. പ്രിസ്ക്രിപ്ഷൻ കണ്ടപ്പോഴേ ഒരു ഡൗട്ട് തോന്നിയിട്ട് ഞാൻ സൗമ്യ ചേച്ചിയെ വിളിച്ചു.
ആദ്യമൊക്കെ അയാൾ ചേച്ചിയോട് കെഞ്ചിയാണ് സംസാരിച്ചത്, ആ മെഡിസിൻ കിട്ടിയേ വെക്കൂ എന്ന്. പ്രിസ്ക്രിപ്ഷൻ ഉണ്ടല്ലോ, പിന്നെ നിങ്ങൾക്ക് തന്നെന്താ? ഡേറ്റ് എല്ലാം തന്നേ പറ്റൂ. പ്രിസ്ക്രിപ്ഷൻ നിങ്ങൾക്ക് വേണ്ടത് പ്രിസ്ക്രിപ്ഷൻ ആണോ? പിന്നെ നിങ്ങൾക്ക് മെഡിസിൻ തന്നെന്താ? അത് പറയാൻ പറ്റില്ല. മെഡിസിൻ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്, ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്, പിന്നെ വൈ കണ്ടു അതുകൊണ്ട് നിങ്ങൾക്ക് മെഡിസിൻ തന്നെന്താ? അത് വന്നിട്ട് മതി, മുഴുവൻ മരുന്നായിട്ടോട്ടിരിക്കുന്നത്. ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് ആകെ വല്ലാതിരുന്നപ്പോഴാണ് ഹാപ്പി ഫാർമസിസ്റ്റ് ഡേ എന്നും പറഞ്ഞ് കേക്കുമായിട്ട് ദിനേശേട്ടൻ വന്നത്. സത്യം പറഞ്ഞാൽ അന്നത്തെ ഈ സംഭവങ്ങളെല്ലാം കൊണ്ട് എല്ലാവരും ഫാർമസിസ്റ്റ് ഡേ ആണെന്നേ മറന്നിരിക്കുമായിരുന്നു. പിന്നെ എല്ലാവരും കേക്കൊക്കെ മുറിച്ച് ഹാപ്പിയായി. അപ്പോഴും എൻ്റെ ഉള്ളിലൊരു വിഷമമുണ്ടായിരുന്നു. ഇതൊക്കെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണോ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതെന്നോർത്തു. എൻ്റെ മോങ്ങാണ്ട് സൗമ്യ ചേച്ചിയും ദിവ്യ ഡോക്ടറും സിസ്റ്റേഴ്സും ഒക്കെ പറഞ്ഞു, നമ്മളൊക്കെ ഹെൽത്ത് പ്രൊഫഷണൽസാണ്, ആദ്യ ദിവസമായതുകൊണ്ട് മോൾക്ക് ഇത്ര വിഷമം. ജനങ്ങൾ നമ്മളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്ന് നോക്കണ്ട, നമ്മൾ അവരെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്ന് മാത്രം നോക്കിയാൽ മതിയെന്ന്. ബി പ്രൗഡ് ടു ബി എ ഫാർമസിസ്റ്റ് എന്ന്. അതെ, ഐ എം പ്രൗഡ് ടു സേ ഐ എം എ ഫാർമസിസ്റ്റ്.